The history of first church of our Lord Jesus Christ. And now, our general overseer, Pastor Dino Jennings, is laying the foundation stone of the project. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Eternal, everlasting God, in the name of Jesus Christ. നിത്യനും വല്ലഭനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, We thank you for this place that you provided for us. ഞങ്ങൾക്കായി അങ്ങ് നൽകി തന്നതായ ഈ പ്രത്യേക സ്ഥലത്തിനായി സ്തോത്രം. That the word of God may have a free course. ഇന്ന് കർത്താവേ, ഞങ്ങൾക്ക് നിന്റെ വചനം നൽകി തരുന്നതായ ആ വലിയ അവകാശം പോലെ അടുത്തു വരുന്നു. Eternal God, sanctify this place. ഈ ശിലയെ കർത്താവ് ഈ സമയത്ത് വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. ഇതൊരു വലിയ ഉത്സവത്തിന്റെ മാസമാക്കി ഇതിനെ തീർക്കണമേ. ഈ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ഇന്നിവിടെ അർപ്പിച്ചതായ ഇട്ടതായ ഈ ശിലയുടെ മേൽ നിന്റെ ആത്മാവ് വസിക്കണമേ. അത് നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം ഇവിടെ പണിയപ്പെടുന്ന ഈ ആലയത്തിൽ മുഴങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പണിയപ്പെടുന്നതായ കെട്ടിടത്തിന്റെ മേൽ സ്ത്രീ പുരുഷന്മാർ കടന്നു വന്ന് യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് വചനമനുസരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അവൻ കടന്നു വരുന്ന സകലരുടെ മേലും വ്യാപരിക്കേണ്ടതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിൽ ഇതൊരു ലൈറ്റ് ഹൗസ് ആയി ദീപസ്തംഭമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. സർവശക്തനായ നിത്യദൈവമേ, ഇന്ത്യ മഹാരാജ്യം ഈ ആലയത്തിലേക്ക് നോക്കുവാൻ തക്കവണ്ണം ഒരു മാർഗം ഇന്ന് നിത്യദൈവമേ, അനേക ആത്മാക്കളുടെ വിടുതലിന് ഈ കെട്ടിടം, ഈ ആലയം ഇടയായി തീരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇതിനെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വപ്പെടുവാനിടയാകണം. എല്ലാ പൈശാചികമായിട്ടുള്ള ആത്മാക്കളെ, വ്യാജ ആത്മാക്കളുടെ പദ്ധതികളെ എന്നേക്കും ഇവിടെ നിന്ന് വിട്ടുപോകുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഈ ആലയം പണിയുവാൻ ഞങ്ങളെ സഹായിക്കണം. Let your hand and your will be in everything we desire to do. ഞങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സകലത്തിന്റെ മേലും അങ്ങയുടെ കരവും അങ്ങയുടെ ഹിതവും ഉണ്ടാകുമാറാകണം. അത്യുന്നത ദൈവമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് നിൽപ്പാൻ ദൈവടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ ബഹുമാന്യരായ കർത്താവിൻ്റെ വിലപ്പെട്ടദാസന്മാർ, പ്രത്യേകാൽ ദൈവസഭയുടെ ജനറൽ ഓവർസിയർ പാസ്റ്റർ ജീനോ ജെന്നിങ്സ് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നു. ദൈവദാസനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. അതുപോലെ കർത്താവിൽ ബഹുമാന്യായ നമ്മുടെ സഭയുടെ ബിഷപ്പ് പാസ്റ്റർ PC ജോൺസൺ, കർത്താവിൻ്റെ ദാസന സ്നേഹവന്ദനം. അതോടൊപ്പമായി ബഹാമസ് ബിഷപ്പ്, സഭയുടെ ബിഷപ്പ് പാസ്റ്റർ ഫർഗൂസൻ, മറ്റ് കടന്നുന്ന ടീം അംഗങ്ങൾ, എല്ലാ കടന്നുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഞാൻ ഇനി കൂടുതലായിട്ട് സമയം തന്നെ എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. വൺസ് അഗെയിൻ ഐ എം സ്റ്റാൻഡിങ് ഹിയർ ടു speak a few words for General Overseer Pastor Gino Jennings. Dear brothers and sisters, greetings to all. I am happy to introduce and welcome our respected and loving General Overseer Pastor Gino Jennings and the team. Praise the Lord. We have witnessed a historic moment of first church in India. That is the
laying of foundation stone of the headquarters building projects. I would like to extend the love and gratitude to every ministers and the saints in India, to Pastor Gino Jennings, our general overseer, for doing the great ceremony which will be remembered for generations. I have no more human words to express the love towards him now, but this is the time that I should welcome him now in our midst. Now, I would like to welcome Pastor Gino Jennings on behalf of the First Church in India. Let us all put our hands together and welcome him. Amen. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. As we have heard from the General Secretary of First Church in India, we have witnessed a historic moment of the First Church of our Lord Jesus Christ. Now this is the time for Pastor Jennings to come forward and minister from the word of the Lord. Greetings, brothers and sisters. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. As always, we bear witness there is no God but one. ഒരേ ഒരു ദൈവത്തെ മാത്രമേ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കാണുവാൻ കഴിയുകയുള്ളൂ. There is no God with him, there is no God besides him, and there is no God equal to him. അവനോടുകൂടെയോ അവനോടൊപ്പമോ അവന്റെ അരികെ നിൽക്കുവാനോ കഴിയുന്ന ഒരു ദൈവവും ഈ ലോകത്തിലില്ല. He is God alone, master of all creation. സകല പ്രപഞ്ചത്തിന്റെയും സൃഷ്ടിയുടെയും ഉടമസ്ഥനും പരിപാലകനുമായ ഏക സത്യദൈവം. And we thank him and him only for bringing this day to pass. ഇന്ന് രാത്രിയിലും നമുക്ക് തലമുറകൾ ഓർക്കുവാൻ കഴിയുന്നതായ ഒരു വലിയ അനുഭവത്തിന് സാക്ഷ്യം വഹിപ്പാൻ ഇടയായി തീർന്നു. To Bishop Johnson and all of our ministers and all of our brothers and sisters that's gathered here this evening, we thank God for all of you. ഇന്ന് രാത്രി ബിഷപ്പ് പാസ്റ്റർ PC ജോൺസൺ, മറ്റ് കർത്തൃ വേലയിലായിരിക്കും ദൈവദാസന്മാർ, എല്ലാ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. It looks beautiful to see our brothers and sisters here in India once again. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇന്ത്യയിലെ സഹോദരി സഹോദരന്മാരെ കാണുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമാണ്. നിങ്ങളെ കണ്ടത് തികച്ചും മനോഹരമായ ഒരു അനുഭവമാണ്. I know some has been disappointed of my absence. എൻ്റെ ചില അസാന്നിധ്യം നിങ്ങളിൽ പലർക്കും ഒരു ബുദ്ധിമുട്ടുളവാക്കി എന്നെനിക്കറിയാം. But brothers and sisters, since the last time I've seen you, the work of the Lord have grown around the world. നിങ്ങളെ ഏറ്റവും ഒടുവിൽ കണ്ട ആ സമയത്തിന് ശേഷമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫസ്റ്റ് ചർച്ചിന്റെ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. There are preachers as well as churches who's crying out for the word of God to be preached in their area. വളരെയധികം ദൈവത്തിന്റെ വചനം കേൾക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നമ്മുടെ ഇവിടെ മാത്രമല്ല ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് അവിടെ പോകേണ്ടത് ആവശ്യമാണ്. Souls in Australia, Sweden, Dominican Republic, throughout Europe, throughout the Asiatic area, souls are hungry for the word of God. അതെ, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, അതുപോലെ സ്വീഡൻ, മറ്റ് യൂറോപ്പിലെ പല രാജ്യങ്ങളും ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി വാഞ്ചയോടെ കാത്തിരിക്കുന്നുവെന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരെ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. So brothers and sisters, there was a time that I can be here every year, but as you can see, things have really changed. എല്ലാ വർഷവും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ കഴിഞ്ഞ ഒരു കാലമുണ്ട് എനിക്ക്. പക്ഷെ ഇപ്പോൾ അത് നടക്കത്തില്ല. കാരണം ഇവിടെ മാത്രം വന്നാൽ സ്വീഡനിൽ ആര് പോകും, ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ ആര് പോകും, യൂറോപ്യൻ രാജ്യങ്ങളിൽ ആര് പോകും? അതുകൊണ്ട് ആ പണി നടക്കുന്ന കാര്യമല്ല. Last year in America, we have baptized 1,067 souls in the name of Jesus Christ. കഴിഞ്ഞ ഒരു വർഷം മാത്രം 2015
1617 അത് ജീവിതങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവാൻ അമേരിക്കയിൽ മാത്രം ഇടയായി തീർന്നു. Many have received the baptism of the Holy Ghost as well. അത് മാത്രമല്ല പലരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു. Of many races, of many colors, of many creeds, God only have one gospel for everybody. എല്ലാവർക്കുമായി ഏത് ജാതിയിൽപ്പെട്ട, ഏത് മതത്തിൽപ്പെട്ട, ഏത് നിറത്തിൽപ്പെട്ട, വർണ്ണത്തിൽപ്പെട്ടതായ ആളുകൾക്കും നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു സുവിശേഷം മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. We want to brief you in the book of scriptures. Brother Ferguson, let me utilize your Bible, brother. Thank you, sir. We want to call your attention. The writing is so little, like I'm going to need some glasses. And the book of Romans. നമുക്കിന്ന് രാത്രി റോമ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 12th chapter of the book of Romans. റോമ ലേഖനം 12-ാം അധ്യായം. I beseech you, brethren, by the name of I beseech you, therefore, brethren, by the mercies of God, that ye present your bodies a living sacrifice, holy and acceptable unto God, which is your reasonable service. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവീൻ. The word of God teaches us that God made us for his glory. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ഞാനും നിങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് അവന്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ടാണ്. We were made for God's glory, that we may worship God in spirit and in truth. ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചതെന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. God made man and God made woman to reflect him. ദൈവത്തിന്റെ പ്രതിഫലനങ്ങളായി മാറേണ്ടതിന് വേണ്ടിയാണ് സ്ത്രീ പുരുഷന്മാരെ കർത്താവ് സൃഷ്ടിച്ചത്. The human family must be taught how to reflect God. ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നവരായി, റിഫ്ലക്ട് ചെയ്യുന്നവരായി തീരേണ്ടതിന് ദൈവം നമ്മെക്കുറിച്ച് അത് വചനത്തിൽ കൂടെ പഠിപ്പിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. In order for us to offer ourselves as a living sacrifice, അങ്ങനെ ഒരു പ്രതിഫലനം, ദൈവത്തിന്റെ പ്രതിഫലനമായി നമ്മൾ മാറേണ്ടതിനായി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിനായി സമർപ്പിക്കേണ്ട ഒരു ചുമതലയാണ് നമുക്കുള്ളത്. We must give our whole mind, body and spirit over to God. നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, നമ്മുടെ വൈഭവം, നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ് സകലത്തെയും ദൈവത്തിനായി അർപ്പിച്ചു കൊടുക്കണം. Notice the apostle Paul says, present your body. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുവീൻ എന്നാണ്. So God is not going to force us. ദൈവം നമ്മെ ഒരിക്കലും ബലം പ്രയോഗിച്ച്, ഒരു ഫോഴ്സ് ഉപയോഗിച്ച് നമ്മെ അവൻ അതിനു വേണ്ടി പ്രേരിപ്പിക്കുന്നില്ല. God wanted it done willingly. മറിച്ച് ബലപ്രയോഗം നടത്താതെ മനസ്സോടെ നാം ദൈവത്തിനായി നമ്മെ സമർപ്പിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. Everything we have, God gave it to us. നമുക്ക് നൽകിയിരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. So as a form of offering, of giving back to him, he's asking you to give him your complete self. നമുക്കറിയാം, ഇവിടെ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമായതുകൊണ്ട് ദൈവത്തിൽ നിന്നും പ്രാപിച്ചതിനൊത്തവണ്ണം തിരിച്ചു നാം അവന് കൊടുക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. Our mind, soul, body and spirit belong to God. നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശരീരവും ആത്മാവും എല്ലാം ദൈവത്തിന്റെ ദാനമാണ് പ്രിയപ്പെട്ടവരെ. Now to walk with God, you got to have a made up mind to do it. അതെ, ദൈവത്തോടു കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ മനസ്സ് ആ നിലയിലൊന്ന് ക്രമീകരിച്ചാൽ മാത്രമേ കഴിയത്തുള്ളൂ. The word of God says no man can serve two masters.
ദൈവത്തിന്റെ വചനം വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്, ആർക്കും രണ്ട് യജമാനന്മാരെ ഒരേ സമയത്ത് ഒരുപോലെ സേവിക്കുവാൻ കഴിയുന്നതല്ല. God don't want you on his side sometime and on the devil's side sometime. അവൻ ഒരു സമയത്ത് ദൈവത്തിന്റെ കൂടെയും മറ്റൊരു സമയത്ത് പിശാചിന്റെ ദുഷ്ടന്റെ കൂടെയും നമുക്ക് ഒരേ സമയത്തായിരിക്കാൻ കഴിയുകയില്ല. God want our whole body to be on his side. നമ്മുടെ മുഴു ശരീരവും ദൈവത്തിന്റെ ഭാഗത്തായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. He's calling for a sacrifice and then he says he wanted to be holy. അങ്ങനെ നമ്മെ ആ ഒരു ഉദ്യമത്തിനായി ഒരു യാഗത്തിന് വേണ്ടി അതെ നമ്മെ ഇന്ന് രാത്രി കർത്താവിന്റെ വചനം വിളിക്കുകയാണ്. A holy sacrifice is a clean sacrifice. ഒരു വിശുദ്ധ യാഗം മാത്രമല്ല, ഒരു ശുദ്ധമായ യാഗമാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. It's a pure sacrifice. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിർമ്മലമായ ഒരു യാഗമാണത്. A sacrifice that's spotless. ആമേൻ. ഒരു കറയില്ലാത്തതായ ഒരു യാഗം. It is written, you're clean through the word that I speak unto you. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ ഇപ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നുവെന്ന് എഴുതപ്പെട്ട വചനം പോലൊരു ശുദ്ധീകരണം. That's why the word of God must be preached. അങ്ങനെ ഒരു അനുഭവത്തിലായിരിക്കണം ഏത് സഭയിലും ഏത് യോഗങ്ങളിലും വചനം പ്രസംഗിക്കേണ്ടത്. Not play with it, not bargain with it, but preach it. ആമേൻ. ദൈവത്തിന്റെ വചനം എടുത്ത് കളിക്കാൻ നിൽക്കരുത്, അതിനോട് നമ്മൾ അതെ ഒരിക്കലും വാദിക്കാൻ നിൽക്കരുത്. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കപ്പെടേണ്ടത് ഉള്ളതാണ്. In order for the people to get close to God, the brothers must preach God's word. ദൈവത്തിന്റെ സഹോദരന്മാരെ, ജനം ദൈവത്തിങ്കിലേക്ക് ആദായപ്പെടുമാറ് ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നത് പോലെ വേണം ഞാനും നിങ്ങളും വചനം ശുശ്രൂഷിക്കുവാൻ. And also they got to present themselves as a living sacrifice. അത് മാത്രമല്ല, നമ്മളൊരു ജീവനുള്ള ആരാധനയായിട്ട് വേണം അവനായി അർപ്പിച്ചു കൊടുക്കേണ്ടത്. Word of God says, and be not conformed to this world. അത് മാത്രമാണോ വചനം പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകാതിരിക്കുവാൻ കൂടെ നമുക്ക് നിർദ്ദേശം ലഭിക്കപ്പെട്ടിട്ടുണ്ട്. When you are conformed to this world, you want to do as they do. ഈ ലോകത്തിന് അനുരൂപപ്പെട്ടാൽ കുഴപ്പം എന്താണെന്നറിയാമോ? ലോകം മുടിവെട്ടുന്നത് പോലെ വെട്ടിയാൽ, ലോകം വസ്ത്രം ധരിക്കുന്നത് പോലെ ധരിച്ചാൽ, ലോകപ്രകാരം നമ്മൾ അവരോട് ചായുന്നവരായി മാറും. This is why the Holy Ghost is very needed. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ അധികം ആവശ്യമായിരിക്കുന്നത്. Change the way we think. ആമേൻ. ആ ലോകം ചിന്തിക്കുന്നത് പോലല്ല, ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആവശ്യമാണ്. Change the way we act. ആമേൻ. ഇന്ന് രാത്രി ലോകം പ്രതികരിക്കുന്നത് പോലല്ല, ദൈവം പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കുവാൻ അവന്റെ ആത്മാവിന് നമുക്ക് ആവശ്യമാണ്. You can't make them changes on your own. നിങ്ങളുടെ സ്വന്തം ബലം കൊണ്ട് ഒരിക്കൽ പോലും ഒരു വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. It takes God to transform your mind. മറിച്ച് നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ബുദ്ധിയെ, ചിന്താഗതിയെ രൂപപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. Be not conformed to this world. വചനം പറയുന്നു, ഈ ലോകത്തിന് നമ്മൾ അനുരൂപപ്പെടരുത്. We don't want to be like the world, we want to be like God. നമുക്കിന്ന് രാത്രി ലോകത്തെ പോലല്ല ദൈവത്തെ പോലാകുവാനുള്ള അവസ്ഥയ്ക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. In order for the church to be like God, there got to be a separation from the sinner and the saint. ദൈവത്തെ പോലെ ആയിത്തീരുവാൻ ദൈവസഭയ്ക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? പാപത്തിൽ നിന്നും പാപിയിൽ നിന്നും ദൈവസഭ വേർപെട്ടിരിക്കുമ്പോഴാണ് അവൻ ദൈവത്തെ പോലെ സഭയായി തീരുന്നത്. The scripture called God people a peculiar people. ദൈവത്തിന്റെ ജനം വചനപ്രകാരം ഒരു പെക്യുലർ ആയിട്ടുള്ള വളരെ വിശേഷപ്പെട്ടതായ ഒരു കൂട്ടമാണ്. A royal priesthood. മാത്രമല്ല അവരെ കുറിച്ച് പറയുന്നു, ഒരു രാജകീയ വർഗമാണ് സഭ. That's why Jesus came. അങ്ങനെ ഒരു രാജകീയ അനുഭവത്തിലാണല്ലോ യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നതും. He came and laid the foundation. അവൻ കടന്നു വന്നിട്ട് ഇന്ന് നമ്മൾ ഇട്ടതുപോലെ ഒരു അടിസ്ഥാനം ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. God Almighty came wrapped in a body. ഇന്ന് രാത്രി സർവശക്തനായ ദൈവം തന്റെ ശരീരം, തന്റെ അനുഭവം ഉപേക്ഷിച്ചിട്ട് ഒരു ശരീരത്തിൽ അവൻ വന്നത്. Laid a perfect foundation. അവൻ നമുക്ക് വേണ്ടി സമ്പൂർണമായ ഒരടിസ്ഥാനം ഇട്ടു തരുവാൻ വേണ്ടി അത്രേ. And declared, I am the way. എന്നിട്ട് അവൻ ഇങ്ങനെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ വഴി, the truth and the life.
അവൻ വിളിച്ചു പറഞ്ഞത് എന്താണ്? ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെയാണ് ജീവൻ. And he sent the apostles out preaching the same thing. ആമേൻ. യേശു പ്രസംഗിച്ച അതേ സന്ദേശം തന്നെയാ അപ്പോസ്തലന്മാരും ഈ ലോകത്തിൽ പ്രസംഗിച്ചത്. All of India have to get on God's side. ആമേൻ. ഇന്ത്യ മഹാരാജ്യം മുഴുവനും യേശു പ്രസംഗിച്ച അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതായ ആ ദൈവത്തിന്റെ വചനത്തിലേക്ക് അടുത്തു വരണം. Every religion in the country must get on God's side. ആമേൻ. ദൈവത്തിന്റെ ഭാഗത്തേക്ക് സകല മതങ്ങളും ചിന്താഗതികളും ഇന്ന് രാത്രി തിരിയപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. It doesn't matter what you call yourself, you have to be on God's side. ആമേൻ. നിങ്ങളെ ഏത് പേരിൽ വിളിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഇന്ന് രാത്രി അറിയപ്പെടുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വശത്ത് അറിയപ്പെടുവാൻ ഇടയാകണം. Moses said, "You that is on the Lord's side, come unto me." ആമേൻ. മോശ മരുഭൂമിയിൽ വെച്ച് വിളിച്ചു പറഞ്ഞ എന്താണെന്നറിയാമോ? യഹോവയുടെ പക്ഷത്തുള്ളവൻ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ. Be not conformed to this world, വചനം പറയുന്നു ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്, but be ye transformed by the renewing of your mind. എന്നാൽ പിന്നെ എന്തുകൂടെ ചെയ്യണമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു? ഈ ലോകത്തിന് അനുരൂപരാകാതെ അതെ ദൈവത്തിന്റെ വചനപ്രകാരം നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവരായി തീരുക. You want to get anyone to change their mind. ആമേൻ. ഇന്ന് രാത്രി ഏതെങ്കിലും ഒരു വ്യക്തിയെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡിനെ മാറ്റിയാൽ അവരെ മാറ്റാൻ പറ്റും. When your mind change, your heart will change. ആമേൻ. നമ്മുടെ മൈൻഡ് ചേഞ്ച് ആയാൽ നമ്മുടെ ഹൃദയം അതേ ചേഞ്ച് ആകും. When your heart change, your behavior begin to change. നിങ്ങളുടെ ഹൃദയം അതേ ചേഞ്ച് ആകുമ്പോൾ നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം കടന്നു വരും. That's what makes the sinner want to make a change. He get tired of the life that he's living. അതുകൊണ്ടാണ് ഒരു പാപിയെ നമ്മൾ കാണുമ്പോൾ തന്നെ അവൻ ഇതുവരെ നയിച്ചു വന്നതായ ജീവിത ശൈലിയിൽ നിന്ന് അവനെ മാറ്റുവാൻ അവന്റെ ചിന്താഗതിയിൽ ഒരു മാറ്റം കൊടുക്കുന്നത്. When you was a sinner, did you get tired of the life you were living? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു പാപിയായിരുന്ന സമയത്ത്, പാപം ചെയ്തിരുന്ന സമയത്ത്, പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മടുപ്പ് തോന്നി, നിങ്ങൾ അതിനോട് വിരക്തി തോന്നിയിട്ടുള്ള അനുഭവമില്ലേ? Look at your past. നിങ്ങളുടെ പൂർവ്വകാലങ്ങളെ കുറിച്ച്, കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. Can't you see where God brought you from? ആമേൻ. നിങ്ങളെ എവിടെ നിന്നാണ് ദൈവം വെട്ടിയെടുത്തതെന്ന് നിങ്ങൾക്ക് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ ചിന്തിക്കാൻ കഴിയുമോ? Isn't it a wonderful thing to be a new creature? ആമേൻ. ഒരു പുതു സൃഷ്ടിയാക്കി ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തിയാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? The Bible said, if any man be in Christ, ആമേൻ. വചനം പറയുന്നു അത് ഏതൊരു വ്യക്തിയും യേശുവിലായി തീർന്നാൽ he is a new creature. ആ ക്രിസ്തുവിൽ ഒരുവനായി കഴിഞ്ഞാൽ അവൻ പുതു സൃഷ്ടിയാണ്. Old things are passed away. പഴയതെല്ലാം കഴിഞ്ഞു പോയി. All that old drinking passed away. ആമേൻ. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മദ്യപിച്ചവരായിരുന്നു. ആ ആൽക്കഹോളിന്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളെ ദൈവം വിടുവിച്ചു. All that old partying passed away. കഴിഞ്ഞ കാലങ്ങളിൽ ലോകവുമായിട്ട് പങ്കുചേർന്നതായ അനുഭവങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോയി. That fornicated lifestyle passed away. ആമേൻ. ദുർനടപ്പിന്റേതായ ജീവിത ശൈലി നിങ്ങളെ വിട്ട് ഓടിപ്പോയി. That adultery lifestyle has passed away. വ്യഭിചാരത്തിൽ കൂടെ ജീവിച്ചതായ നിങ്ങളുടെ ജീവിത ശൈലി മാറിപ്പോയി. That homosexual lifestyle has passed away. ആമേൻ. സ്വവർഗ രീതിയിൽ ജീവിച്ചു വന്നതായ നിങ്ങളുടെ ജീവിതത്തിന്റെ പാപത്തിന്റെ വഴികൾ മാറിപ്പോയി. That racist lifestyle has passed away. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ആമേൻ വർഗത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്ന ജാതി വ്യവസ്ഥിതിയുടെ ശൈലിയിൽ നിന്നും നിങ്ങൾക്ക് രൂപാന്തരം വന്നു. Because I'm in Christ now. കാരണം എന്താണ്? എന്നിലുണ്ടായ മാറ്റത്തിന്റെ കാരണം ഞാനിപ്പോൾ ക്രിസ്തുവിൽ ആയി എന്നുള്ളതാണ്. I have repented of my sins. ആമേൻ. ഞാൻ എന്റേതായ ജീവിതത്തിന്റെ എല്ലാ വഴികളും ഞാൻ അവന് വേണ്ടി അർപ്പിച്ചു കൊടുത്തു. Been down in water in the name of Jesus Christ. മാത്രമല്ല യേശു ക്രിസ്തുവിന്റെ വഴിയിലേക്ക്, ആ പാതയിലേക്ക് ഞാൻ കടന്നു വന്നു. I tarried until God filled me with the Holy Ghost. പരിശുദ്ധാത്മാവിനാൽ അവൻ എന്നെ നിറയ്ക്കുന്നത് വരെ അവന്റെ സന്നിധിയിൽ ഞാൻ കാത്തിരുന്നു. The Holy Ghost is as fire. അങ്ങനെ പരിശുദ്ധാത്മാവെന്ന അഗ്നി ഒരു നാൾ എന്റെ മേൽ കടന്നു വന്നു. It come to burn up all unrighteousness. എന്റെ സകല അനീതിയെയും അത് ചാമ്പലാക്കുവാൻ, ദഹിപ്പിച്ചു കളയുവാൻ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കടന്നു വന്നു. Burn up all the sin. എന്റെ പാപം മുഴുവനും ആ അഗ്നി അത് ചാമ്പലാക്കി. You that don't have the Holy Ghost, seek God for it. ഇന്ന് രാത്രി വരെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ജീവിതമേ, ഇന്ന് രാത്രി അവനെ നീ പ്രാപിക്കുവാൻ തയ്യാറെടുത്തുകൊള്ളുക. Ask God to come
unto you. ആമേൻ. അങ്ങനെയെങ്കിൽ ദൈവം നിന്റെ അടുക്കലേക്ക് കടന്നു വന്ന, And he promised that he'll fill you with the Spirit. തന്റെ ആത്മാവിനാൽ അവൻ നിന്നെ നിറയ്ക്കുമെന്നവൻ നിനക്ക് വാക്ക് തന്നിട്ടുണ്ട്. The Apostle Paul says, be not conformed to this world. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ ഇരിക്കുക. Thank God, but be ye transformed by the renewing of your mind. മാത്രമല്ല നിങ്ങളുടെ മനസ്സ് പുതുക്കി ഓരോ ദിവസവും രൂപാന്തരപ്പെടുന്നവരായി തീരണമെന്ന് വചനത്തിൽ ഓർപ്പിക്കുന്നു. That you may prove that which is good. നല്ലതെന്താണെന്ന് കാണിക്കുവാനും, that you may prove that which is good and acceptable and perfect will of God. എന്താണ് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുന്നതിന്റെ കാരണമെന്നറിയാമോ? ഇന്ന് ഈ രാത്രി നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് The Apostle Paul addresses God's will as perfect. ദൈവത്തിന്റെ ഹിതത്തെ കുറിച്ച് അപ്പോസ്തലൻ ഇവിടെ പൂർണ്ണ പ്രസാദമെന്നാണ് ഓർപ്പിച്ചിരിക്കുന്നത്. You know, when something is perfect, it's complete. അതെ, പൂർണ്ണതയുള്ളതെന്ന് പറഞ്ഞാൽ അത് സമ്പൂർണമായ തികവുള്ളത് എന്നർത്ഥമാണ്. The scripture teaches us we are complete in him. ആമേൻ. അവനിൽ നമ്മൾ സമ്പൂർണരെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. In order for us to be complete in him, we have to offer ourselves. നമ്മെ തന്നെ ഒന്ന് കൊടുത്താൽ മാത്രമേ ഇന്ന് രാത്രി ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണരാകുന്നുള്ളൂ. You know, in the Old Testament, when a sacrifice was on the altar, പഴയ നിയമത്തിലാണെങ്കിൽ ഒരു യാഗപീഠത്തിന്മേൽ ഒരു യാഗം കൊണ്ട് അർപ്പിച്ചു കഴിഞ്ഞാൽ they didn't offer part of it, they offered all of it. ആമേൻ. ഒരു ആടിനെ അർപ്പിച്ചാൽ, ഒരു കാളയെ അർപ്പിച്ചാൽ അതിന്റെ ഏതെങ്കിലും പകുതി ഭാഗമല്ല അവിടെ അർപ്പിച്ചുകൊണ്ടിരുന്നത്, പൂർണ്ണമായിട്ടും ഒരു കാളയെ അർപ്പിച്ചിരുന്നു. They had to offer what is called a burnt offering. അതിനെ നമ്മൾ ദഹനയാഗം എന്ന് വിളിക്കപ്പെടുന്നു, ഹോമയാഗം. And when the priest put fire to the sacrifice, ആ ഹോമയാഗത്തിൽ നടക്കുന്നത് എന്താണ്? അവിടെ കൊണ്ട് അർപ്പിച്ചിരിക്കുന്ന യാഗത്തിൽ പുരോഹിതൻ വന്ന് തീയിടുകയാണ്. the sacrifice laid on the altar and was burning. ആ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിരിക്കുന്നതായ യാഗവസ്തു പൂർണ്ണമായും ആ പുരോഹിതൻ കത്തിച്ചതായ തീയിൽ ചാമ്പലാകും. The sacrifice was totally consumed by fire until it was nothing but ashes. ആമേൻ. അത് കേവലം ചാരം മാത്രമല്ല, അല്ലാതെ ബാക്കി ഒന്നും അവിടെ ശേഷിക്കാത്ത രീതിയിൽ ആ പഴയ നിയമ യാഗപീഠത്തിലെ ആരാധന യാഗവസ്തു ചാമ്പലാകുമായിരുന്നു. That's what God wants out of us. അങ്ങനെ ഒരു യാഗമാണ്, സമ്പൂർണമായും അവന്റെ അഗ്നിയിൽ ചാമ്പലാകുന്ന ഒരു ജീവിതമാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. God wants you to bring your body to him. ഇന്ന് രാത്രി നമ്മുടെ ശരീരത്തെ അവന് കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. He wants to consume every part of it. ആ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചാമ്പലാകണം. Until there's a complete sacrifice offered to him. ദൈവത്തിനായി നമ്മുടെ ശരീരം പൂർണ്ണമായും ഒരു യാഗമായി തീരുന്നത് വരെ നാം ഇന്ന് രാത്രി അവനായി ഏൽപ്പിച്ചു കൊടുക്കുക. Now the fire that's being used to consume us is God's eternal word. ദൈവത്തിന്റെ വചനമെന്ന നിത്യമായ അഗ്നി കൊണ്ടാണ് ഇന്ന് രാത്രി നമ്മുടെ ശരീരമാകുന്ന ആ യാഗവസ്തു ആമേ യാഗപീഠത്തിന്മേൽ ചാമ്പലാകേണ്ടത്. God had said through the prophet Jeremiah, യിരെമ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞൊരു കാര്യം, I have made the people wood. ആമേൻ. ഞാൻ ജനത്തെ, ജാതികളെ അതെ വിറകും, and thine words fire, and it shall devour them. ആമേൻ. അവരെ ദഹിപ്പിക്കുന്ന അഗ്നിയുമായി നിന്റെ വചനത്തെ തീർത്തിരിക്കുന്നു. We don't want to surrender our will. ഇന്ന് രാത്രി ഞാൻ പറയാം, മനുഷ്യ സഹജമാണ് നമ്മുടെ സ്വന്തം ഹിതം ദൈവത്തിന് വിട്ടുകൊടുക്കാതിരിക്കുക എന്നത്. But God said, present yourself. എന്നാൽ കർത്താവ് വിളിച്ചു പറയുകയാണ്, മകനെ, മകളെ, നിന്റെ ആ സ്വഭാവത്തെ, നിന്റെ ഹിതത്തെ എനിക്കായി അർപ്പിക്കുക. When you present yourself, that's gone against how you feel. ആമേൻ. ജീവിതത്തിൽ നമ്മെ പൂർണ്ണമായും നിറയ്ക്കുന്നത് വരെയും യേശുവിനായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. Pastor Paul also says, for I say, through the grace given unto me, to every man that is among you, not to think of himself more highly than he ought to think, but to think soberly, according as God hath dealt to every man the measure of faith. ആമേൻ. പാസ്റ്റർ പൗലോസ് നമ്മോട് വീണ്ടും പറയുകയാണ്, ഭാവിക്കേണ്ടതിന് മീതെ
ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ട് കൊടുത്തതുപോലെ സുബോധമാകും വണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ദൈവത്തിന്റെ കൃപയാൽ ആകുന്നു നിറയപ്പെട്ടിരിക്കുന്നത്. You know, many people say they have faith, they believe in God. പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവത്തെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് ദൈവത്തെ അറിയാം. Which is good, you have to believe in God. നിശ്ചയമായിട്ടും നല്ല കാര്യമാണ്. നിങ്ങൾ സഹോദര, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം. But very few people believe the things that God believes. ആമേൻ. എങ്കിലും പലർക്കും വിശ്വാസമുണ്ടെങ്കിലും ദൈവം വിശ്വസിക്കുന്ന കാര്യങ്ങളെ വിശ്വസിക്കുവാനായിട്ട് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ലോകത്തിലുള്ളൂ. Believing in God is not enough. ദൈവത്തിൽ വിശ്വസിക്കുന്നത് മാത്രം പോരാ. Everything that God believed, we got to believe it also. ദൈവം വിശ്വസിക്കുന്ന എല്ലാ കാര്യത്തിലും നമ്മളും പൂർണ്ണമായും വിശ്വസിക്കുന്നവരാകണം. Now God know what he want out of his people. ആമേൻ. ദൈവത്തിന് തന്റെ ജനത്തിൽ നിന്ന് എന്താണ് ആവശ്യമെന്നുള്ളത് ദൈവത്തിന് അറിയാം. That's the purpose of him manifesting himself in the flesh. അതുകൊണ്ടാണല്ലോ അവൻ അതേ ദൈവമായിരുന്നവൻ താൻ ജഡത്തിൽ ഈ ലോകത്തിലേക്ക് അവതരിച്ചത്. He left such a perfect example. അവൻ നമുക്ക് നല്ലൊരു മാതൃക വെച്ചു പോയത്. Even when it came time to die, the flesh didn't want to die. ആ യേശു ലോകത്തിൽ വന്നപ്പോൾ അവന്റെ ശരീരം അല്ലെങ്കിൽ അവന്റെ ഇച്ഛയ്ക്ക് ഒരിക്കലും താൻ ഈ ലോകത്തിൽ ക്രൂശിൽ മരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല. You see it's written in the scriptures when Jesus prayed, if it be at all possible, let this cup pass. നിങ്ങൾക്ക് അതിന്റെ ഒരു ഭാഗം മനസ്സിലാകണമെങ്കിൽ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് യേശുവിന്റെ ഗെത്സമനയിലെ പ്രാർത്ഥനയിൽ അവൻ പ്രാർത്ഥിച്ചു, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറണമെന്ന് പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടാ? He did not want to die in the flesh. കാരണം തന്റെ ശരീരത്തിൽ തന്റെ ജഡത്തിൽ മരിക്കുവാൻ ആഗ്രഹമില്ലാഞ്ഞതുകൊണ്ടാണ് യേശു ഗെത്സമനയിൽ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. But the Son of Man had to surrender. എങ്കിലും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ടായിരുന്നു. He said, not my will. അവൻ പറയുകയാണ്, ഇത് എന്റെ ഇഷ്ടമല്ല, but let thine will be done. നിന്റെ ഇഷ്ടം നിറവേറണം. That's what we have to say to everything God said. ഇന്ന് രാത്രി ദൈവം പറയുന്നതെല്ലാം പറയുവാനുള്ള ദൗത്യമാണ് അതുകൊണ്ട് തന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. Not my will. എന്റെ ഇഷ്ടമല്ല, but let God will be done. ആമേൻ. നമ്മൾ എന്താ പറയേണ്ടത്? ദൈവത്തിന്റെ ഇഷ്ടം നിറവേറണം. Notice what the apostle Paul says. എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? അടുത്ത വാക്യത്തിൽ നോക്കിക്കേ. Think soberly. അവൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. Be a clear thinker. നല്ല ഒരു ചിന്താഗതി ഉള്ളവനായിട്ട് നമ്മൾ തീരുക. When one is sober minded, their mind is not drifting from religion to religion. ദൈവത്തിന്റെ സന്നിധിയിൽ ഉറപ്പുള്ള ഒരു വിശ്വാസമുള്ള മനസ്സ് പ്രാപിച്ചവന് ലോകത്തിന്റെ മതത്തിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. India have many religions here. നമുക്കറിയാം ഈ ഭാരതത്തിൽ ഒരുപാട് മതങ്ങളുള്ള ഒരു രാജ്യമാണ്. But God have one way. എങ്കിലും ദൈവത്തിന് ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ മാർഗമേ ഉള്ളൂ. The whole world is full of religion. ലോകം മുഴുവനും മതങ്ങളുടെ പുറകെയാണ്, മതങ്ങളാൽ നിറയപ്പെട്ടതാണ്. But God Almighty only have one way to follow. എന്നാൽ നിരവധി മതങ്ങൾ ലോകത്തിലുണ്ടെങ്കിലും ദൈവത്തിന് മാർഗമൊന്നേയുള്ളൂ. When you're sober minded, ഈ രാത്രി നിങ്ങളുടെ മനസ്സ് ദൈവത്തിന്റെ സന്നിധിയിൽ അധിഷ്ഠിതമാണെങ്കിൽ, you're not conned or lured into any other religion apart from what God told you to be, and God said be holy. ദൈവം വെച്ചിരിക്കുന്ന മാർഗത്തിന്റെ താഴെയുള്ള ഒരു മതത്തിലും പോകുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് സാധ്യമല്ല. In America, new religions come about all the time. ആമേൻ. ഓരോ ദിവസവും പുതിയ പുതിയ മതങ്ങൾ അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. In America, practically all of your preachers just preach prosperity messages, messages for money. ആമേൻ. ഇന്നത്തെ അമേരിക്കൻ പ്രസംഗകരുടെയൊക്കെ രീതി എന്താണെന്നറിയാമോ? ദൈവം നിന്നെ കുഞ്ഞേ വാലല്ല, നിന്നെ തലയാക്കും, നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് കാറ്, ബംഗ്ലാവ്, എസ്റ്റേറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് പ്രോസ്പെരിറ്റി, സമൃദ്ധി അവർ പ്രസംഗിക്കുന്നത്. എന്തിനാ ഇത് പ്രസംഗിക്കുന്നറിയാമോ? കുറച്ച് ചിക്കിലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. People are going to hell by the millions. ആമേൻ. ഇതെല്ലാം എല്ലാവരോടും പറഞ്ഞ് പണം മേടിച്ചിട്ട് ഇവൻ നേരെ പോകുന്ന എങ്ങോട്ടാണെന്ന് അറിയാമോ? നരകക്കുഴിയിലോട്ടാ. But many of the American preachers don't care.
അവൻ നരകത്തിൽ പോയാലും കുഴപ്പമില്ല, ഈ ലോകത്തിൽ സുഭിക്ഷതയോടെ ജീവിക്കണമെന്ന അമേരിക്കയിലെ പ്രസംഗകർ ആഗ്രഹിക്കുന്നത്. Men today have a strong hate towards God. ദൈവത്തോടുള്ള വെറുപ്പ് നിമിത്തമാണ് ഇന്ന് പലരും അധികമായിട്ട് പണത്തിന് വേണ്ടി പ്രസംഗിക്കുന്നത്. Jesus said, if you love me, you'll keep my commandments. ദൈവത്തിന്റെ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. And he commanded all men everywhere to repent. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് ഈ കാലങ്ങളിൽ കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. It's time now. It's time for India and every other place to repent and give your life over to God. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആമേൻ, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തോടും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു പറയുകയാണ്, അല്ലയോ മഹാഭാരതമേ, നീയും ഈ മാനസാന്തരത്തിലേക്ക് കടന്നു വരിക. Jesus said that repentance and remission of sins. ആമേൻ. യേശു പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി പാപങ്ങൾ മോചിക്കപ്പെടുക, നിങ്ങൾ ജീവിതത്തിൽ മാനസാന്തരപ്പെടുക. Should be preaching his name among all nations beginning at Jerusalem. ആമേൻ. യെരുശലേമിൽ തുടങ്ങി ലോകത്തിലെ സകല രാജ്യങ്ങളുടെ മേലും ഈ മാനസാന്തരത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. When a soul truly repents, ഒരു പാപി അല്ലെങ്കിൽ ഒരു ആത്മാവ് യഥാർത്ഥമായി രക്ഷിക്കപ്പെടുമ്പോൾ, then your heart is convicted. അപ്പോഴാണ് നിങ്ങളുടെ ഹൃദയത്തിന് ഒരു കുത്തുകൊള്ളുന്ന അനുഭവം You're ഉണ്ടാകുന്നത്. sorry about the wrong that you done. നിങ്ങൾ ചെയ്തു പോയതായ പാപപ്രവർത്തികളെ ഓർത്ത് നിങ്ങൾക്ക് ഖേദമുണ്ടാകുന്നത്, കുറ്റബോധമുണ്ടാകുന്നത് നിങ്ങളുടെ ആത്മാവ് രക്ഷിക്കപ്പെടുമ്പോഴാണ്. You're sorry about the wickedness you're about to commit. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു പോയതും ചെയ്യുവാനിരിക്കുന്നതുമായ ദുഷ്ടതയെക്കുറിച്ച്, തിന്മയെക്കുറിച്ച് അനുതപിക്കുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോഴാണ്. When you truly repent, you don't have to be forced to be baptized. ആമേൻ. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി അവർ വളർന്നു കഴിയുമ്പോൾ അവരെ ഒരിക്കലും നിങ്ങൾ നീ സ്നാനപ്പെടടാ, നീ സ്നാനപ്പെടടി എന്ന് പറഞ്ഞ് അവരെ ഒരിക്കലും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. You come to God willingly. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മനസ്സോടെ കടന്നു വരണം. The word of God say, if you be willing and obedient. ആമേൻ. വചനം പറയുന്നു, നിങ്ങൾ അനുസരണമുള്ള, നിങ്ങൾ അതെ താല്പര്യമുള്ള മക്കളായി വന്നാൽ you will eat the good of the land. നിങ്ങൾ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. Present your body tonight, brothers and sisters. എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് അത് നന്മയും പ്രസാദവുമുള്ള നല്ല യാഗമായി അവന് വേണ്ടി സമർപ്പിക്കുവീൻ. Everything about yourself God wants. നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ സ്വയത്തിൽ നിന്നും ഉളവാകുന്ന എല്ലാ ചിന്തയും ഇന്ന് രാത്രി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. And the devil don't want God to have it. ഒരിക്കൽ പോലും നിങ്ങളെ ദൈവത്തിന് കിട്ടരുതെന്നാണ് ദുഷ്ടനായ പിശാചിന്റെ ആഗ്രഹം. That's why there's a war with your body. അതുകൊണ്ടാണല്ലോ ശരീരത്തിന്റെ അകത്ത് വലിയ സംഘട്ടന നടക്കുന്നത്, എല്ലായ്പ്പോഴും ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. Your body wants to please the will of the flesh and God wants you to please him. ആമേൻ. ദൈവത്തിന് ആഗ്രഹം നിങ്ങളുടെ ശരീരം ദൈവത്തിന് വേണമെന്നും ലോകത്തിന്റെ ആഗ്രഹം നിങ്ങളുടെ ശരീരം അവന് വേണമെന്നും പറയുമ്പോൾ രണ്ട് ഭാഗത്തു നിന്നുള്ള ആ പിടിവലിയിൽ ഒരു യുദ്ധമാണ് നടക്കുന്നത്. But ask God to help you to present your whole body. എന്നാൽ നിങ്ങൾ ഒരിക്കൽ കൂടെ ആ വചനം ചിന്തിക്കുക, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിനായി അർപ്പിച്ചു കൊടുക്കണം. I want my mind to be like God. എന്റെ മനസ്സ് ദൈവത്തിന്റെ മനസ്സ് പോലെ ആകണമെന്നൊരു വ്യക്തി ചിന്തിക്കണം. I want God to be pleased with everything that I look at. ആമേൻ. ഞാൻ ചോദിക്കുന്നതായ, ഞാൻ ചിന്തിക്കുന്നതായ അതേ കാര്യം എനിക്ക് എന്റെ ദൈവം നൽകി തരത്തക്കവണ്ണം ഞാൻ അവന് പ്രസാദമുള്ളവനാകണം. I want God to be pleased with everything I listen to. ഞാൻ എന്താണോ കേൾക്കുന്നത്, ഞാൻ ശ്രദ്ധിക്കുന്നത് എന്റെ ദൈവത്തിന് പ്രസാദമായിരിക്കണം. I want God to be pleased with everything I touch. ആമേൻ. ഞാൻ സ്പർശിക്കുന്നതെല്ലാം എന്റെ ദൈവത്തിന് അത് വിശുദ്ധവും അവന് പ്രസാദവുമായിരിക്കണം. I want God to be pleased with every place I go. ഞാൻ പോകുന്ന എല്ലാ ഇടങ്ങളും എന്റെ ദൈവത്തിന് പ്രസാദമുള്ള ഇടത്തായിരിക്കണം. You mean to tell me I got to do all that? Yes. ആമേൻ. ഇന്ന് രാത്രി നിങ്ങൾക്ക് ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് നോക്കുന്നത്. Our whole body belongs to God. Hallelujah. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നിന്റെ മുഴു ശരീരവും ഈ ആളത്വം മുഴുവനും ദൈവത്തിന്റെ വകയാണ്.
തന്നെയാണ്. God said, I've created you for my glory. ആമേൻ. അവൻ പറഞ്ഞിരിക്കുന്നു, നിന്നെ എന്റെ മഹത്വത്തിനായിട്ടത്രേ നിന്റെ ഈ ശരീരത്തെ ഞാൻ സൃഷ്ടിച്ചത്. And if God Almighty created us for his glory, ആമേൻ. ദൈവമായ കർത്താവ്, സർവശക്തനായ ദൈവം ഇന്ന് രാത്രി അവന്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഈ ശരീരങ്ങളെ സൃഷ്ടിച്ചതെങ്കിൽ, then he know what he want out of us. ആമേൻ. നമ്മിൽ നിന്നും എന്തു വേണമെന്നും അവൻ ഇന്ന് രാത്രി അറിയാം. Why are we traveling around the world like we are doing? ആമേൻ. ഞങ്ങള് നിരന്തരമായി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? To teach men and women everywhere God's will. ദൈവത്തിന്റെ വചനത്തെ പോകാവുന്ന എല്ലാ ഇടങ്ങളിലും പോയി സ്ത്രീ പുരുഷന്മാരെ പഠിപ്പിച്ചുകൊണ്ട് അവരെ വചനത്തിൽ ഉറപ്പിക്കേണ്ടതിനത്രേ ഞങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത്. The world is stubborn. ആമേൻ. ഈ ലോകം എന്ന് പറയുന്നത് മത്സരിക്കുന്ന ഒരു ലോകമാണ്. Jesus says, as it was in Noah's day. ആമേൻ. കർത്താവിന്റെ വചനത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു, ആമേൻ, അന്ത്യകാലത്ത് എല്ലായിടത്തും യുദ്ധങ്ങൾ ഉണ്ടായിരിക്കും. So shall it be when the Son of Man comes. നോഹയുടെ കാലത്ത് എന്താണോ സംഭവിച്ചത്, മനുഷ്യപുത്രന്റെ നാളിലും അങ്ങനെ തന്നെ സംഭവിക്കും. In the days of Noah, they married and was given in marriage. ആമേൻ. നമുക്കറിയാം, നോഹയുടെ കാലത്ത് ആളുകൾ വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നതായ ഒരു കാലഘട്ടം. They didn't pay Noah no mind. ആമേൻ. ആരെ വിവാഹം കഴിച്ചാലും അവർക്കൊരു പ്രശ്നമില്ലാതിരുന്ന ഒരു കാലം. But when the flood came, it was too late. ആമേൻ. പക്ഷേ ആളുകൾക്ക് ഒരിക്കൽ പോലും വെള്ളപ്പൊക്കം വരുമെന്ന്, ജലപ്രളയം വരുമ്പോൾ അവർ താമസിച്ചു പോയി എന്ന് അവർക്ക് പിന്നെയാണ് തോന്നിയത്. The human family will be going about their daily lifestyle. ആമേൻ. സാധാരണ അതേ ആളുകൾ പോയിക്കൊണ്ടിരുന്ന പതിവ് ജീവിത ശൈലിയിൽ കൂടെ കടന്നുപോയപ്പോഴാണ് ഈ ജലപ്രളയം അവരെ മൂടിക്കളഞ്ഞത്. Glory to God, but one day God gonna appear in heaven. ആമേൻ. ഒരു ദിവസം, എല്ലാ ദിവസവും കല്യാണം നടക്കുന്നു, പാർട്ടി നടക്കുന്നു, ആമേൻ, മാമോദീസ നടക്കുന്നു, കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം എഴുന്നേറ്റു to present unto himself a glorious church. ആമേൻ. അവൻ ഒരു കാര്യം പറഞ്ഞു, ഇവന്മാരുടെ പോക്കത്ര ശരിയല്ല, എനിക്ക് വേണ്ടത് ഇങ്ങനെ ഒരു കൂട്ടത്തെയല്ല, മഹത്വപൂർണമായ ഒരു സഭയാണ് എനിക്ക് ആവശ്യം. Don't you want to make that first resurrection? ആമേൻ. അതുകൊണ്ട് എന്റേതായ നിലയിൽ ഞാൻ ഒരു വഴിയെ ഒരുക്കാൻ പോകുകയാണ്. The word of God says he's going to present unto himself a glorious church, not having a spot. ആമേൻ. കർത്താവിന്റെ വചനത്തിൽ എന്താ വായിക്കുന്നറിയാമോ? കറ, ചുളുക്കം, വാട്ടം ഇവയൊന്നുമില്ലാത്ത ഒരു മഹത്വപൂർണയായ സഭ. You know, when a woman about to go somewhere and got a spot on her garment, she want to wash it real good so she can be presentable. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ കറ പിടിക്കുമ്പോൾ, നമ്മൾ പോകുന്ന വഴിയിൽ ആ കറ തെറിച്ചു വീണതെങ്കിൽ അവിടെ വെച്ച് തന്നെ നീ കഴുകിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ. Now look at your life. Are there any spots in it? ആമേൻ. നിങ്ങളുടെ ശരീരത്തിലെ വസ്ത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. കറയുള്ള വസ്ത്രമാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ അത് കഴുകിക്കളയണം. Only one thing gonna get the spots out of our life, and Jesus said you're clean through the word that I speak unto you. ആമേൻ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധരായി തീർന്നുവെന്ന് പറഞ്ഞ ആ ദൈവവചനം എന്ന വെള്ളത്താലായിരിക്കണം ഇന്ന് രാത്രി നിന്റെ ജീവിത വസ്ത്രത്തിന്റെ കറയെ കഴുകേണ്ടത്. He says not having a spot, then he says no wrinkle. ആമേൻ. കറ മാത്രമല്ല, ആ വസ്ത്രത്തിന്, ആ അലക്കി തേച്ച വസ്ത്രത്തിന് ആമേൻ ഇസ്തിരിയിട്ട് നല്ല ചുളുക്കമില്ലാത്ത രീതിയിലാകണമെന്ന് പറഞ്ഞു. When a thing have a wrinkle, that material is out of place. നിങ്ങൾക്കറിയാമല്ലോ, ചുളുങ്ങിയിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ഇടാനായിട്ട് അതെ നഗരസഭ ഒരു പാത്രം വെച്ചിട്ടുണ്ടല്ലേ. You don't use a cold iron. നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ അയൺ ബോക്സിന് ഇസ്തിരിപ്പെട്ടി തണുത്ത ഇസ്തിരിപ്പെട്ടിയാണ്. You use an iron with plenty of heat. ആമേൻ. നല്ല ചൂട് പിടിച്ച, ആമേൻ, ആ ചൂടുള്ള തേപ്പ് വട്ടി കൊണ്ടാണ് നിങ്ങൾ വസ്ത്രം തേക്കുന്നത്. It takes a strong gospel to get that wrinkle out of our life. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്നവന്റെ ജീവിതത്തിന്റെ ചുളുക്കം മാറ്റുന്ന നിലയിലുള്ളതായ ഒരു അതെ പ്രസംഗമായിരിക്കണം ഇന്ന് രാത്രി നിന്റെ ഇസ്തിരി ഇടിയിൽ കൂടെ ജനത്തിന് ലഭിക്കേണ്ടത്.
Word of God may hurt you, but let it get all the wrinkles out of your life. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിന്റെ ചുളുക്കത്തെ മാറ്റുന്നതായ ആ ഈ സ്ഥിതിയിൽ ഈ വചനത്തിൽ കൂടെ നടക്കുന്നില്ല എങ്കിൽ സഭയുടെ ദൗത്യം അത് പരാജയത്തിലാണ്. Let us understand something, my brothers and sisters. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. The purpose of church is not to come and just socialize. ഹല്ലേലൂയ. ഇതുപോലെ ഉത്സവപ്പറമ്പിലും പെരുന്നാളിലും ആളുകൾ കൂടുന്നത് പോലെ വന്നുകൂടി പോകാനുള്ള ഒരു പരിപാടിയല്ല ദൈവസഭ എന്ന് പറയുന്നത്. The purpose of church is to prepare you for the coming of the Lord. കർത്താവിന്റെ വരവിന് വേണ്ടി നിന്നെ ഒരുക്കിയെടുക്കുന്ന മഹാദൗത്യമാണ് ദൈവസഭ കൂടി വരുമ്പോൾ ഒക്കെയും നടക്കപ്പെടേണ്ടത്. It'll be a beautiful thing. അതിനോളം മനോഹരമായ ഒരു സംഗതി വേറെ എവിടുണ്ട്? When the Lord called his people in the first resurrection. തന്റെ വഴിയിലേക്ക് ജനത്തെ അവൻ വിളിക്കുമ്പോൾ, And you see in midair Africans. ഹല്ലേലൂയ, ആഫ്രിക്കക്കാര് വരട്ടെ എന്ന് കർത്താവ് പറയുമ്പോൾ ആഫ്രിക്കക്കാര് മധ്യാകാശത്തിലേക്ക് പുറപ്പെടുന്നത് നോക്ക്. Indians. ഇന്ത്യക്കാര് വരട്ടെ എന്ന് പറയുമ്പോൾ ഭാരതീയരെല്ലാം ആമേൻ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുന്ന കാഴ്ച കാണും. യൂറോപ്യൻസ് വരട്ടെന്ന് പറയുമ്പോൾ യൂറോപ്പിലെ വിശുദ്ധന്മാർ എഴുന്നേറ്റ് വരുന്ന കാഴ്ച നോക്ക്. Asian brothers and sisters. ഏഷ്യക്കാരായ സഹോദരി സഹോദരന്മാർ കയറി വരുവീനെന്ന് വിളിക്കുമ്പോൾ അവർ കയറി ചെല്ലുന്ന മനോഹര കാഴ്ച. God don't care what you own and what you have. ആമേൻ, നിനക്ക് എന്തുണ്ടായിരുന്നു എന്തില്ലായിരുന്നു എന്നുള്ളതൊന്നും എന്റെ കർത്താവിന് ഇവിടെ വിഷയമല്ല. God wants you. ഇന്ന് രാത്രി നിനക്കുള്ളതുമായിട്ടല്ല നിന്നെയാ ആകാശമണ്ഡലത്തിൽ അവന് വേണ്ടത്. And if God wants you, he wants you to want him. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റേതല്ല അവന് വേണ്ടത്, നിന്നെയാണ് അവൻ ഇന്ന് രാത്രി ആവശ്യം. So the Lord says, seek ye the Lord. ആമേൻ. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഇന്ന് രാത്രി എന്നെ അത് അന്വേഷിച്ചു കൊള്ളുക. While he may be found. ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടി അത്രേ. In your lifetime, seek the Lord. നിന്റെ ജീവകാലത്ത് നീ യഹോവയെ അന്വേഷിക്കുന്നവനായി തീരണം. Use your time wisely and seek the Lord. നിങ്ങൾ അതേ തക്കത്തിൽ നിങ്ങളുടെ സമയത്തെ ചെലവഴിക്കുന്ന ഒരു വ്യക്തി ജീവിതമായി ഇന്ന് രാത്രി ഈ പ്രസംഗം കേട്ടിട്ട് പോകുമ്പോൾ നീ മാറിക്കഴിയണം. To you that will see this message around the world. ഇന്ന് രാത്രി എന്നെ അതേ ടെലിവിഷനിൽ കൂടെ അതേ ബ്രോഡ്കാസ്റ്റിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ സഹോദരി സഹോദരന്മാരോട് പറയട്ടെ, God command all men everywhere to be holy. എല്ലായിടത്തും എല്ലാവരും വിശുദ്ധരായി തീരുവാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. Everything might as well prepare themselves to repent. എല്ലാവരും ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടുന്നവരായി തീരണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. And be baptized, every one of you. നിങ്ങൾ ഓരോരുത്തരും അതേ സ്നാനമേറ്റ് In the name of Jesus Christ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റ് അതേ ജീവിക്കുക. Seek the Lord for the Holy Ghost, which is the Holy Spirit. പരിശുദ്ധാത്മാവെന്ന ദൈവാത്മാവിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ നീ കാത്തിരിക്കുക. And he'll give you that speaking in other tongues. അങ്ങനെ നീ കാത്തിരുന്നാൽ അന്യഭാഷ വരത്തോടുകൂടെ അവൻ നിന്നെ നിറയ്ക്കും. As the Spirit of the living God give utterance. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ഉച്ചരിപ്പാൻ അവർക്ക് നൽകിയതുപോലെ നിങ്ങൾക്ക് നൽകുന്നത് പോലെ അന്യഭാഷയിൽ സംസാരിപ്പാൻ കഴിയും. My brothers and sisters. എന്റെ സഹോദരി സഹോദരന്മാരെ, don't hold nothing of yourself back from God. ദൈവത്തിനായി നിന്നെ കൊടുക്കുമ്പോൾ നിന്റെ കുറച്ചു ഭാഗം മാറ്റി വെച്ചിട്ട് യാഗപീഠത്തിലേക്ക് നിന്നെ അർപ്പിക്കരുത്. If we want God to do for us, ദൈവം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി നിനക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ടെങ്കിൽ then we must be willing to do for him. അവനായി ഇന്ന് രാത്രി നമ്മെ സമർപ്പിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറെടുക്കണം. Thank you for listening, brothers and sisters. ഇന്ന് രാത്രി എന്നെ ശ്രവിച്ച എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലവും ദൈവത്തിന്റെ ശ്രേഷ്ഠദാസനിൽ കൂടി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത അരുളപ്പാട് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നാം ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയുമുള്ള
ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി മാറുവാൻ ദൈവത്തിന്റെ ദാസനിൽ കൂടി രാത്രികാലം ദൈവാത്മാവ് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എത്ര പേർക്ക് ആ വചനം കേട്ട് ദൈവത്തിങ്കിലേക്ക് തങ്ങൾ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇന്നലെ വരെയും കഴിഞ്ഞ നിമിഷം വരെയും ഞാൻ ലോകത്തിന്റെ എമ്പുകൾക്ക് വേണ്ടി ഓടിയ ജീവിതമാണ്. ഇന്ന് രാത്രികാലം ഞാൻ എൻ്റെ ദൈവത്തിന്റെ ഹിതപ്രകാരം എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റിക്കൊണ്ട് ദൈവത്തിങ്കിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് രാത്രികാലം തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കരങ്ങളടിച്ച് ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ് രാത്രികാലം അനുഗ്രഹം പ്രാപിച്ച് ആരാധിച്ച് കടന്നു പോകുവാൻ ദൈവം നമ്മളെ ഒരുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കൈയടക്കൽ കളിച്ച് പറയുക. ഹല്ലേലൂയ. പാട്ടുപാടുമ്പോൾ പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ളവർ മുന്നിൽ വരാം. പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ളവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മണവാളൻ വരവേറ്റമടുത്തു പോയി മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധി തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. മേഘാരൂഢനായി വന്നിടുവേ 10,000 പേർകളിൽ സുന്ദരൻ. മേഘാരൂഢനായി വന്നിടുവേ 10,000 പേർകളിൽ സുന്ദരൻ. തന്റെ കോലട രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. തന്റെ കോലട രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പലവ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പലവ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യങ്ങളോടടുത്ത് തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. രാജ്യങ്ങളോടടുത്ത് തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. കൊട്ടാരങ്ങൾ തുടങ്ങി കൂട്ടി വരും ജനം കണ്ടു താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കൂട്ടി വരും ജനം കണ്ടു താഴ്. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യത്തിനെ ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യത്തിനെ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. ആകാശത്തിൽ ശക്തി ഇറങ്ങുന്നത് ഭവിക്കുമെന്നോർക്കുന്നുണ്ട്. ആകാശത്തിൽ ശക്തി ഇറങ്ങുന്നത് ഭവിക്കുമെന്നോർക്കുന്നുണ്ട്. ജനം പേടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങിയിടാം. ജനം പേടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം.
വിശുദ്ധിയ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ, ദൈവശക്തിയിൽ വീഴ്ചവരോടിടുന്നേ. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ, ദൈവശക്തിയിൽ വീഴ്ചവരോടിടുന്നേ. ലോകമോഹങ്ങൾ കതിവരക്കീരനിട ഒരു കീടം. ലോകമോഹങ്ങൾ കതിവരക്കീരനിട ഒരു കീടം. വിശുദ്ധിയ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. മാലിന്യപ്പെട്ടിടോടിടുക മണവാളൻ വരവേറ്റമടുത്തുപോയി. മാലിന്യപ്പെട്ടിടോടിടുക മണവാളൻ വരവേറ്റമടുത്തുപോയി. മണിയറയിൽ പോയി നാം ആശ്വസിക്കാം ഒരു കീടം. മണിയറയിൽ പോയി നാം ആശ്വസിക്കാം ഒരു കീടം. വിശുദ്ധിയ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. അവൻ വിശുദ്ധിയ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. അവൻ വിശുദ്ധിയ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരു കീടം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരു കീടം. വിശുദ്ധിയ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. വിശുദ്ധിയ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. 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 നാളെയും കർത്തദാസൻ അനേകർക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്തവർക്ക് അടുത്ത ദിവസവും ദൈവദാസൻ ഇവിടെ ഉണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ച ഈ സെഷൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കും. കർത്താവിൽ ബഹുമാന്യായ ബിഷപ്പ് പ്രാർത്ഥിച്ച ആശ്വാസത്തോടെ നമുക്ക് കടന്നു പോകാം. പ്രാർത്ഥിക്കാം. സ്നേഹവാനും നല്ലവനും പരിശുദ്ധനുമായിരിക്കുന്ന
ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, ഈ കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രിക്കായി പരിണാമത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രികാലവും പകൽക്കാലവും ഈ രാത്രികാലോടെ നിങ്ങൾ അനുഗ്രഹിച്ചവനായ ദൈവം, ആമേൻ, ഹല്ലേലൂയ, തിരുസന്നിധിയിലേക്ക് നിങ്ങൾ വീണ്ടും അഭയം പ്രാപിച്ചടുത്തു വരികയാണ്. കർത്താവേ, നാളെ പകൽക്കാലവും രാത്രികാലവും ആമേൻ കർത്താവ് ആരാധനയും ആമേൻ കർത്താവിലായിരിക്കുന്ന ഹല്ലേലൂയ കൺവെൻഷൻ നടത്തുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. തടസ്സം കൂടാതെ വേണം കർത്താവ് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ക്രമീകരിപ്പാൻ നീടയാക്കുമാറാകണമേ എന്നോർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രേഷ്ഠവൃത്തിനെയും ഈ രാത്രികാലം ദൈവത്തിന്റെ വചനങ്ങളെ സംസാരിപ്പാൻ ബലപ്പെടുത്തുവാൻ കൃപയ്ക്കായി സ്തോത്രം. ശാരീരികമായ എല്ലാ ക്ഷീണങ്ങളെയും പൂർണ്ണമായി വിടുവിച്ച് നാളെയും കർത്താവെ കടന്നു വന്ന് ദൈവവചനം ഘോഷിപ്പാൻ തക്കവണ്ണം ബലപ്പെടുത്തുമാറാകണമേ, ശക്തീകരിക്കുമാറാകണമെന്നിരിക്കുന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് അനുഗ്രഹിക്കും, ആശ്രവദിക്കും, കർത്താവ് സന്തോഷത്തിൽ കടന്നു പോകുവാൻ ഇടയാക്കുമാറാകണമേ. ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ ജീവിതങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗായക സംഘത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ ക്രമീകരണങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലങ്ങളിൽ പിരിഞ്ഞു പോകട്ടെ, പിരിയാബന്ധുവായി കൂടെയിരിക്കുകയും മഹത്വമെല്ലാം കർത്താവ് എടുക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും സ്നേഹവും പരിപാലനവും നാം ഏവരോടും വിശേഷിച്ച് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും മേൽ കടന്നു പോകുന്ന ദൈവമക്കളുടെ മേൽ, ദൈവദാസന്മാരുടെ മേലും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം നാൾതോറും ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും സമാധാനമായി പിരിഞ്ഞു പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Lord, one thing,
യേശുവേ